പൊടിയെന്ന് പറഞ്ഞാൽ പാൽമുതുക്ക് കിഴങ്ങാണ്. പാൽമുതുക്ക്, കാട്ടിലുള്ള പാൽമുതുക്ക് കിഴങ്ങ്. ഇത് നമ്മൾ ആദിവാസി സൊസൈറ്റിയിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കുന്നത്. നമ്മളിത് ഓർഡർ ചെയ്തെങ്കിലും കിട്ടും, അല്ലാതെ കിട്ടത്തില്ല. ഇത് കഴിക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് ലൈംഗിക ശക്തി, ബലഹീനത, ഉത്തണ്ണ ശക്തി ഒക്കെ ഉള്ള സാധനമാണ്. ആരോഗ്യശക്തി വീണ്ടെടുക്കുന്ന. ഇത് മാത്രം കഴിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ വിറ്റാമിനും കഴിക്കണം. എന്ന് വെച്ചാൽ ഇത് പാലിൽ 1 സ്പൂൺ പൊടിയിട്ട് 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കാച്ചി ചെറിയ ചൂടോടെ അത് രാവിലെയും കുടിക്കുക. രാത്രി ആഹാരത്തിന് ശേഷം 1 മണി ചോറ് കഴിച്ചു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കിടക്കാൻ നേരത്ത് കുടിച്ച് വൈകുന്നേരത്തും കുടിക്കാം. അപ്പോൾ 2 നേരം ഈ പാൽമുതുക്ക് കിഴങ്ങ് 2 നേരം കഴിക്കണം. പാൽമുതുക്ക് പൊടി രാവിലെയും വൈകിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വിറ്റാമിൻ സാധനം 1 മാതളം, 1 കോഴിമുട്ട, 2 ഈത്തപ്പഴം, ഉണക്ക ഈത്തപ്പഴം, 2 ബദാം പരിപ്പ്, 2 അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം ഈ നമ്മുടെ ശരീരത്തെ ആരോഗ്യ ശക്തിക്ക് വേണ്ടി വിലഹീനതയ്ക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ ഈ കൊറോണ വന്ന് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള അണുക്കളെല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ആർക്കും ഒരുപാട് പിള്ളേർമാർക്കും 10-30 വയസ്സ് ചെറുക്കന്മാർക്ക് വരെ വിലഹീനതയില്ല. അവർക്ക് ഉദ്ധാരണ ശക്തി ഇല്ല. കുട്ടികൾ ചിലർക്കൊന്നും ഇല്ല, എന്നെ വിളിക്കും ഉദാഹരണശേഷി ഇല്ല. അപ്പൊ ഈ പാൽ മുതുക്ക് അതിനൊക്കെ ആവശ്യപ്പെട്ടാണ് വരുന്നത്. അതിനാണ്. ഇതിൽ വേറെ കെമിക്കലും ഒന്നുമില്ല. ഇത് യഥാർത്ഥ പാൽ മുതുക്ക് പൊടി ഞാൻ പൊടിച്ച് ഇതിൽ കൂടെ 1/2 കിലോ, 10 കിലോയ്ക്ക് 1/2 കിലോ ഈ പയർ. ഇത് നായ്ക്കുറുണി പരിപ്പാണ്. ഇതാണ് നായ്ക്കുറുണി പരിപ്പ്. 1 കിലോ മേടിച്ചാൽ 2 തൂക്കും. 1/2 കിലോ അത് മാറ്റി 10 കിലോയ്ക്ക് 1/2 കിലോ വെച്ച് ഇത് ഈ പാൽ മുതുക്കിൻ്റെ കൂടെ നമ്മൾ കഴുകി ഉണക്കി അരിച്ച് പാൽ മുതുക്ക് കിഴങ്ങ് കഴുകി പാലിൽ പുഴുങ്ങി ഉണക്കിയിട്ട് അങ്ങാടി പൊടിക്കുന്ന വലിയ അത് പൊടിച്ച് തരും. അത് പൊടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അപ്പത്തിൻ്റെ അരിപ്പിനി അരിച്ച് ആണ് ഈ പൗഡറാക്കുന്നത്. ഈ പൗഡറാണ് കൊടുക്കുന്നത്. ഇത് അങ്ങനെയുള്ള രോഗത്തിനാണ് ഇത്. ബലഹീനത, എന്ത് ബലഹീനത? നമ്മളെ ഞാടി ഞരമ്പുകൾ, ശരീരത്തുള്ള ഞാടി ഞരമ്പുകൾക്ക് അതിനെ ബലഹീനത എന്ന് പറയുന്നത്. പിന്നെ ആരോഗ്യശക്തി, ഉത്തണ്ണ ശക്തി, ലൈംഗിക ശക്തി എല്ലാം പ്രവർത്തിക്കുന്ന ഞരമ്പുകൾ, അതിനെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇതിൽ വേറെ കെമിക്കല മറ്റൊരു പ്രവർത്തനവും ഇതിനകത്തുള്ളതാണ്. ഇല്ല. ഇത് എത്ര ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് തട്ടിയിട്ട് കഴിക്കില്ല. 1 സ്പൂൺ പൊടി, അത് പൊടി കലക്കി ഈ 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം. 1/2 ഗ്ലാസ് പാലെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് പാലിൽ ഈ പൊടി കുറുകിപ്പോവും. അതുകൊണ്ടാണ് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കാച്ചി കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ രാവിലെ ഈ കാച്ചി കുടിക്കുക. 1 സ്പൂൺ പൊടിയും 1 ഗ്ലാസ് പാലും പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കാച്ചി, ഇല്ല കൊച്ചുങ്ങൾക്ക് കുറുക്കുണ്ടാക്കും പോലെ കാച്ചി. എന്ന് വെച്ചാൽ ഇതിൽ പച്ച പാൽ ഈ പയറൊക്കെ ചേരുന്നതാണ്. നമ്മൾ ഇതിട്ട് പാലിലിട്ട ഈ ചൂട് പാലിലിട്ട ഈ പൗഡർ മേലോട്ട് കിടക്കുകയുള്ളു, താഴൂല. അതാണ് തിളപ്പിക്കണമെന്ന് പറഞ്ഞത്. 2 തിള ഇളക്കുമ്പോൾ ഇറക്കി. അപ്പോൾ ഈ പരിപ്പ് വേവണം. ഇത് പൗഡർ എന്ന് വെച്ചാൽ 10 കിലോയ്ക്കാണ് ഇത് ചേർക്കുന്നത്. ഇതിൽ ഒരു മായോ മറുമായോ വേറെ ഒരു സാധനം കയറി. ഇത് ഒറിജിനൽ സാധനമാണ് ഈ കൊടുക്കുന്നത്. എത്ര വർഷം കൊണ്ട് ഇത് നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു നേരത്തെ. അപ്പൊ ഈ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല. ആളുകൾ ഉളുക്ക് വന്നാല, ഒടിഞ്ഞാല, തറമ്പിയാല, കൊച്ചുങ്ങൾ കുടൽ മറിഞ്ഞാല, തലവേദന ആയാലും ഉളുക്കായിരുന്നാലും ഞാൻ അതെല്ലാം ചെയ്ത് കൊടുക്കും. പക്ഷെ ഈ പരസ്യമായിട്ട് ഇല്ല. ഞാൻ ഈ ഓർത്തോ തൈലം മേടിക്കും. അന്ന് കടുത്തൊക്കെ തറഞ്ഞ് ആമ്പിള്ളേരൊക്കെ ലോഡൊക്കെ ചെയ്തേ പാറൊക്കെ പിടിച്ച് കടുത്ത് കഴിഞ്ഞും കൈ എടുക്കാൻ വയ്യാതെ തോളൊക്കെ കൈയൊക്കെ തറമ്പി വിടാമായിരുന്നു. അന്നേരം ഞാൻ ഓർത്തോ തൈലം മേടിച്ചുകൊണ്ട് തടവി കൊടുക്കുമായിരുന്നു.